ഒരുപാട് പോസിറ്റീവും കുറച്ച് നെഗറ്റീവും ഉള്ളൊരു സാധാരണക്കാരനാണ്. സോ ഞാൻ ഫേക്കായിട്ട് നിന്നിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ അതുമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും എൻ്റെ കൂട്ടത്തിലുള്ളവരുടെ അടുത്താണെങ്കിലും നിന്നിട്ടുള്ളൂ. എൻ്റെ ഭാഗത്ത് ഒരുപാട് ശരിയുണ്ടായിരുന്നു, കുറച്ച് തെറ്റുകളുണ്ടായിരുന്നു. തെറ്റുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും, ഞാൻ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കും. ശരികൾ പലപ്പോഴും പല സമയത്ത് നമ്മൾ പറയുമ്പം അത് പലരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിന് എനിക്ക് സിവിയർ ഡീഗ്രേഡിങ് കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അത് സിവിയർ ഡീഗ്രേഡിങ്ങിലേക്കേ പോകത്തുള്ളൂ. അപ്പം ഇപ്പം കാലം തെളിയിച്ചു എന്നുള്ള രീതിയിൽ ഓരോരുത്തരായിട്ട് ഓരോ സത്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് മനസ്സിലാക്കുമ്പം ഒബ്വിയസ്ലി ഒരു ഒരു സാധാ ഒരു മനുഷ്യന്റെ ഒരു വികാരം പോലെ എനിക്കും സന്തോഷം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സംതിങ് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ആണ്. നമ്മളൊരു ഫോട്ടോ ഗാലറി ഡോക്ടർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ പറ്റി അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് അവർ ഏത് രീതിയിലാണ് ഡോക്ടർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫോട്ടോയിലുള്ള എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ്, ഡോക്ടർക്ക് ലൈഫിൽ ഒരുപാട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം അവരെ പറ്റി അവരെങ്ങനെയാണ് ഡോക്ടർ എന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പറയണം, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? റെഡി. ഓക്കെ, ചേട്ടനിലേക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ്, അതുപോലെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, നോക്കാം. സാബുമോൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ സീസൺ 1 എനിക്ക് അതിന് മുന്നേ ഞാൻ ടേക്ക് ഇറ്റ് ഈസി എന്നൊക്കെ പ്രോഗ്രാം കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വ്യക്തിനെ അറിയാം. പിന്നെ സീസൺ 1 വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ എല്ലാ എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. പക്ഷേ ഹി വാസ് ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ബിഗ് ബോസ് സീസൺ 1 ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഈസ് വെരി സ്ട്രോങ് ആൻഡ് ബോൾഡ്. ഭയങ്കര സ്ട്രോങ് ആണ്, മനസ്സിലായില്ല? കാരണം പുള്ളിക്കാരൻ ഇപ്പൊ റീസെന്റ് എനിക്കൊന്ന് പണ്ടത്തെ ഒരു 2000 എത്രയിലുള്ള ഒരു കോളേജ് ടൈമിലുള്ള ഒരു ആങ്കേഴ്സിന്റെ എന്തൊരു വീഡിയോ ഞാനിപ്പോ കൈരളി ടിവിയിൽ എന്തെങ്കിലും കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് പൊളിയായിരുന്നു പുള്ളിക്കാരൻ, മനസ്സിലായി? ഭയങ്കര യോയോ ടൈപ്പ് ആയിട്ടുള്ള, അതും ആ സമയത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നതും ഐ ഡോണ്ട് കെയർ എന്നുള്ള രീതിയിൽ, ഞാൻ എന്താണോ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഉള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, പുള്ളിക്കാരൻ 3 ഗ്രാജുവേഷൻസ് ചെയ്തിട്ടുണ്ട്. മലയാളം, പിന്നെ എനിക്ക് തോന്നുന്നു LLB എടുത്തിട്ടുണ്ട്, പിന്നെ ജേർണലിസം. 3 ഇതിൽ ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരന്റെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ നോക്കണ്ടല്ലോ, ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. പുള്ളിക്കാരന്റെ ഫാമിലിയും എല്ലാം കാര്യങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. പുള്ളിക്കാരന്റെ പാഷനെ പുള്ളിക്കാരൻ ഫോളോ ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്നും സാധാരണ മീൻസ് എന്താ പറയുക, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പം എന്താ പറയുക, പുള്ളിക്കാരൻ ഒരുപാട് സിനിമയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ചില നിലപാടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്, അതിൽ അടിയുറച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയില് ആദ്യം നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സാബുമോൻ ചേട്ടനെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോയും വരുന്നത്. അപ്പൊ സത്യം പറയാം, നിങ്ങൾ ലൈക്ക് പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ, ഞാൻ ആദ്യമായിട്ട് ആ ഒരു വീഡിയോ കോൾ ചെയ്ത് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാൻ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. മേ ബി ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മൾ മച്ചാൻ ഒരു നല്ല രീതിയിൽ ഇരുന്ന് സംസാരിക്കും. ഇപ്പൊ വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല, നമ്മൾ ജസ്റ്റ് സോഷ്യൽ മീഡിയ കാണുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർ ആരും എന്നോട് പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു ഇതിനോ വരത്തില്ല, മനസ്സിലായില്ലേ? അപ്പം ദൈവം സഹായിച്ച് അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും പുള്ളിക്കാരനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കും. അപ്പം പിന്നെ ട്രോൾസ് ഒക്കെ പിന്നെ അത് ഒബ്വിയസ്ലി വിമർശിക്കാം. ഹെൽത്തി ക്രിറ്റിസിസം നല്ലതാണ്, ട്രോൾസ് നല്ലതാണ്, എല്ലാം നല്ലതാണ്, അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. എന്നും പറഞ്ഞിട്ട് ഞാനിപ്പം വന്നിരിക്കുന്ന ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ഫെയിം എന്നുള്ള രീതിയിൽ വരുമ്പം എന്നെ ആരും വിമർശിക്കാൻ പാടില്ല, എന്നെ ആരും ട്രോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയും. സോ അത് പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് പുള്ളിക്കാൻ്റെ അടുത്ത് ഒരു പ്രശ്നവുമില്ല, അത് പുള്ളിക്കാൻ്റെ ഇഷ്ടമാണ്, മനസ്സിലായില്ല? പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരിച്ച് ഇപ്പം എൻ്റെ അടുത്ത് പുള്ളിക്കാൻ അങ്ങനെ ചെയ്താലും തിരിച്ചെനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ ഏതൊരു മനുഷ്യനുണ്ടെങ്കിലും അതിൽ നല്ല കാര്യങ്ങൾ കൂടുതൽ പറയാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മളിപ്പോ ഒരു നെഗറ്റീവ് പറഞ്ഞ അയാളെ ഹേർട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ലതാണ്. അത്രേ ഉള്ളൂ. നമുക്ക് നേരെ അടുത്ത ഫോട്ടോയിലോട്ട് പോയാലോ? ഓക്കെ. രജിത് കുമാർ സർ സീസൺ 2 ഞാൻ സീസണിലാണ് കുറച്ചുകൂടെ കാണുന്നത്. അതിന് മുന്നേ ഞാൻ പുള്ളിക്കാരെ പേഴ്സണാലിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്, വൈറ്റ് ആൻഡ് വൈറ്റ് ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. പക്ഷെ കൂടുതൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. സീസണിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും. പുള്ളിക്കാരൻ നമ്മുടെ എനിക്കൊന്ന് മൈക്രോബയോളജിയിൽ ഗോൾഡ് മെഡലിസ്റ്റാ, PhD എടുത്തതിൽ ഗോൾഡ് മെഡലിസ്റ്റ്. അപ്പം അത്യാവശ്യം നല്ല അറിവും വിവരവും ബോധവും ഉള്ള ഒരു ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ലൈക്ക് ഈസ് എ ലെക്ചറർ പ്രൊഫസർ ആണ്.
സോ അപ്പം ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് പുള്ളിക്കാരന്റെ ഗെയിംസ് ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഗെയിം പാറ്റേൺ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം അല്ല ആക്ച്വലി അത്. പിന്നെ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് പലതും പുറത്ത് അറിയാതെ തന്നെ ഒരുപാട് പേരെ സഹായിച്ച ആൾക്കാർ പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് കൂടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യത്തിൽ വളരെ നല്ലൊരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മേനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി പേഴ്സൺ ആണ് പുള്ളിക്കാരൻ. പിന്നെ എന്താ പറയാ, പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇത്രയും ഈ ഒരു പ്രായത്തിലും ഇത്ര എനർജറ്റിക് ആയിട്ട് പാഷനെയൊക്കെ ഫോളോ ചെയ്ത് പുള്ളിക്കാരൻ റീസെന്റ് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ നല്ലൊരു ജോലി മാറ്റി വെച്ചിട്ടാണ് പുള്ളിക്കാരന്റെ ഫാഷന്റെ പിറകെ പോകുന്നത്. സോ അതിനുവേണ്ടി പുള്ളിക്കാരൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് ആദ്യമായിട്ട് കാണുന്ന രണ്ടാമത്തെ സീസൺ 5 നമ്മൾ ഇത് ചലഞ്ചേഴ്സ് ആയിട്ട് കയറുമ്പോഴാണ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പിന്നെ എന്താ പറയാ, ഇത് പുള്ളിക്കാരൻ എനിക്ക് പിന്നെ എനിക്ക് തോന്നിയ ഒരു, ഞാനിപ്പോൾ റീസെന്റ് ചെയ്തൊരു വീഡിയോയിൽ അന്ന് പറഞ്ഞൊരു കാര്യം പിന്നീട് ഞാൻ കണ്ട. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ MBBS പഠിച്ചിട്ട് ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നീ അത് എടുത്തത് കൊണ്ട് എന്താണ് ഗുണമെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം ഞാനും അതാണ് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം സാർ ഒരു ലെക്ചറാണ്, സാർ കോളേജിൽ പോയി അതേ റിസൈൻ ചെയ്ത് സാറിന്റെ ഫാഷനിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ റീസെന്റ് ആ ഒരു വീഡിയോ കണ്ടു, എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പം സാറും അത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ജോലിയൊന്നും നമ്മൾ കളയുന്നില്ല, നമുക്ക് ജോലിയിൽ എപ്പോൾ വേണമെങ്കിലും കയറാവുന്നതേ ഉള്ളൂ. സോ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരുപാട് പോസിറ്റീവും പിന്നെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്കൊന്ന് അടുത്ത ഫോട്ടോയിലോട്ട് പോയാലോ? ഓക്കെ, എല്ലാരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആളാണിത്. നോ കമന്റ്സ്. നെക്സ്റ്റ്. ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദിച്ചോട്ടെ? ചോദിക്കണോ? എനിക്ക് സത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇല്ല, എന്നാലും എന്താണ് ചേട്ടാ, ഇപ്പൊ ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞിട്ട് ഇപ്പം കുറെ നാളായി. അപ്പോ ആ ഒരു ടൈമില് ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ ടൈമില് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഡോക്ടറുടെ സപ്പോർട്ട് കാരണമാണ് ദിൽഷ ജയിച്ചിരുന്ന ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഒരു അഭിപ്രായത്തില് ബിഗ് ബോസും കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഈ ഒരു ടോപ്പിക് വിടുന്നതാണ് നല്ലത്. ആ കുട്ടിയുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ എന്റെ ലൈഫായിട്ട് സപ്പോർട്ട് ചെയ്തത് ഓർത്തിട്ട് ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ചെയ്യാനുള്ളതെന്ന് ചെയ്തു, അത് കഴിഞ്ഞു. ആ ടോപ്പിക് ആ ചാപ്റ്ററെ കഴിഞ്ഞു. പുള്ളിക്കാരി ലൈഫായിട്ട് പോകുന്നു, ഞാൻ എന്റെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. രണ്ടുപേർക്ക് നല്ലതുണ്ടാവട്ടെ, അത്രയാണ്. അന്ന് ദിൽഷ ചേച്ചി പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തതാണോ അതോ ലൈക് ഡോക്ടർ എനിക്കായിട്ട് തോന്നിയിട്ട് ചെയ്തതാണ്? അപ്പം ഒരു കാര്യം കൂടെ, ഇനി ഇപ്പം 2 years ആയി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ലൈക് നിങ്ങള് ഇനി കണ്ട് സംസാരിക്കും, നമുക്കൊരു സ്റ്റേജിൽ കാണാനൊക്കെ പറ്റുമോ? ഇല്ല, ഫ്രണ്ട്ഷിപ്പ് തന്നെ തുടരാൻ താല്പര്യമില്ല. ഓക്കെ, അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല, പേഴ്സണലി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ താല്പര്യമില്ല അത്ര. ഓക്കെ, നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് പോവാട്ടോ. നമ്മള് ബിഗ് ബോസ് ആ ഒരു ഫെയിം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ? ആ ഒരു ചേട്ടൻ എന്തുകൊണ്ട് ചെയ്തില്ല? ഏതാണ് ആ ഒരു ബിഗ് ബോസ് ഫെയിം ഏറ്റവും കൂടുതൽ എക്കണോമിക്കലി? ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം വരെ മാർക്കറ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു വർഷം വരെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബിഗ് ബോസിന്റെ ഫെയിം ലൈം ലൈറ്റിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത സീസൺ കയറുന്ന സമയം തൊട്ടാണ് എനിക്ക് ഇതില് കുറെ കൂടെ ഒക്കെ പ്രശ്നങ്ങൾ അതുവരെ ഞാൻ കുറെ ഫേസ് ചെയ്തു. ഞാൻ പറയില്ലേ, ഞാൻ ഫുൾ ഷോയിനോ അല്ലെങ്കിൽ ഏഷ്യനോ അഗൻസ്റ്റ് അല്ല, അതിലുള്ള കുറച്ച് പേരും അവരുടെ എന്റെയോടുള്ള സമീപനോ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഫിനാൻഷ്യലി ഒക്കെ ഏറ്റവും കൂടുതൽ അല്ല. ഞാൻ പറയട്ടെ, ഞാനൊരു ചെയ്തിട്ടുള്ള ഒരാളാണ്. അല്ല, പുള്ളിക്കാരനെ പോലെ തന്നെ ഞാൻ ആക്ച്വലി ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഞാനൊരു 10, 100, 120 ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു 10-60 ഇനോഗ്രേഷനും ഞാൻ കാശ് മേടിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 10-60-65 ഇനോഗ്രേഷനും അതിൽ 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത്, ഞാൻ ഈ മറ്റേ റീലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന അതൊരു 10-30 ചെയ്തിട്ടുണ്ട്. അതിന് 1.5 തൊട്ട് 2 ലക്ഷം വരെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടും. അതും ഒരു 10-20 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ആ സമയം നോക്കുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് അത്യാവശ്യം എമൗണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ പ്രാവശ്യം കയറുന്ന സമയത്ത് ഞാൻ ഷോയിന് അഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് പിന്നും ആ ഷോയിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു കെയർ ഓഫിൽ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇനോഗ്രേഷൻസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത എനിക്ക് ഇപ്പോഴും ഇനോഗ്രേഷൻസ് വരാറുണ്ട്. ഞാനത് എടുക്കാത്ത, പർപ്പസ്ലി എടുക്കാത്ത, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കിനി എൻ്റെ ലൈഫിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് പോയി ആ ഒരു ടാഗിൽ എനിക്ക് പോകണമെന്ന ഒരു ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്ത പോകാത്ത. റിയാലിറ്റി ഷോ താരം റൂബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസർ ആരതി പൊടിയും വിവാഹിതരായി കഴിഞ്ഞു.
അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. പുലർച്ചെ നടന്ന താലികെട്ട് ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. 2 വർഷത്തെ ഹണിമൂൺ ട്രിപ്പാണ് റോബിനും ആരതിയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. 27 രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുന്ന ഹണിമൂൺ യാത്രയുടെ തുടക്കം ഫെബ്രുവരി 26-നാണ്. അസർബൈജാനാണ് ഇവർ ആദ്യം സന്ദർശിക്കുന്നത്. പ്രണയദിനത്തിന് തൊട്ടു മുൻപ് രംഗോലി, സംഗീത് തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു. വിവാഹ സമ്മാനമായി പിതാവ് ആരതിക്ക് നൽകിയത് ആഡംബര കാറാണ്. 2023-ലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത്. അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആരതി ആദ്യമായി റോബിനെ കാണുന്നത്.